എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ അമേരിക്കയും നെതർലാൻഡ്സും തമ്മിൽ നടന്ന തീപ്പൊരി പോരാട്ടം ഗ്രൂപ്പ് എയുടെ മാത്രമല്ല, ലോകകപ്പിന്റെ മുഴുവൻ തലവരെയും ഒറ്റയടിക്ക് മാറ്റിമറിച്ചിരിക്കുകയാണ്. അമേരിക്ക നേടിയ ആ ചരിത്രപരമായ 93 റൺസിന്റെ കൂറ്റൻ വിജയം നെതർലാൻഡ്സിന്റെ അഹങ്കാരം തച്ചുടയ്ക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് പോയിന്റ് ടേബിളിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് ഇന്ത്യൻ ക്യാമ്പിൽ സന്തോഷത്തിന്റെ ആവേശത്തിരമാലകൾ ആർത്തലയ്ക്കുമ്പോൾ, മറുവശത്ത് അയൽക്കാരായ പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് വാലോളം ഉയർന്നിരിക്കുന്നു. നിലവിലെ പോയിന്റ് ടേബിൾ പരിശോധിച്ചാൽ 2 മത്സരങ്ങളിൽ നിന്ന് 2 ഉജ്ജ്വല വിജയങ്ങളോടെ 4 പോയിന്റും +3-0-5-0 എന്ന അമ്പരപ്പിക്കുന്ന നെറ്റ് റൺ റേറ്റുമായി ടീം ഇന്ത്യ രാജാക്കന്മാരെ പോലെ 1-ാം സ്ഥാനത്ത് വിരാജിക്കുകയാണ്. അമേരിക്കയുടെ ഇന്നത്തെ ഈ കൂറ്റൻ വിജയം ഇന്ത്യയ്ക്ക് വലിയൊരു ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. കാരണം ഇനി സൂപ്പർ 8ലേക്കുള്ള ഇന്ത്യയുടെ യാത്ര കേവലം ഒരു ഔപചാരികത മാത്രമായി മാറിയിരിക്കുന്നു. എന്നാൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഈ അമേരിക്കൻ വിജയം വലിയൊരു അശനിപാഠമായിട്ടാണ് വന്നിരിക്കുന്നത്. 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുണ്ടെങ്കിലും അവരുടെ നെറ്റ് റൺ റേറ്റ് +0.932 മാത്രമാണ്. ഇന്ത്യയുമായി നടക്കാനിരിക്കുന്ന നിർണായക മത്സരത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയും 3 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 2 തോൽവിയുമായി നിലവിൽ +0.533 റൺ റേറ്റോടെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയോ, അല്ലെങ്കിൽ ഇപ്പോൾ -1.352 റൺ റേറ്റുമായി 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട നെതർലാൻഡ്സോ തങ്ങളുടെ അടുത്ത മത്സരങ്ങളിൽ വൻ വിജയം നേടുകയും ചെയ്താൽ പാകിസ്ഥാന്റെ ലോകകപ്പ് മോഹങ്ങൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അസ്തമിക്കും. 2 മത്സരങ്ങളും തോറ്റ് -2.884 റൺ റേറ്റോടെ 5-ാം സ്ഥാനത്തുള്ള നമീബിയ ഏറെക്കുറെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. എന്നാൽ സുഹൃത്തുക്കളെ, ഈ T20 ലോകകപ്പിലെ ഏറ്റവും വലിയ ഡ്രാമയും രോമാഞ്ചവും നടക്കുന്നത് ഗ്രൂപ്പ് ബിയിലാണ്. ഈ ഗ്രൂപ്പിലെ അട്ടിമറികൾ കണ്ട് സാക്ഷാൽ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ട്രാവിസ് ഹെഡിന്റെ രാവുകളിലെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആദ്യ 2 മത്സരങ്ങളും ഗംഭീരമായി വിജയിച്ച് 4 പോയിന്റും +3.125 എന്ന അതിഗംഭീര നെറ്റ് റൺ റേറ്റുമായി ശ്രീലങ്ക 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ, ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് സിംബാബ്വെയാണ് 2-ാം സ്ഥാനത്ത് ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. കേട്ടത് സത്യമാണ്. ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ അക്ഷരാർത്ഥത്തിൽ നിലംപരിശാക്കിയ സിംബാബ്വെ 2 മത്സരങ്ങളിൽ നിന്ന് 2 ചരിത്ര വിജയങ്ങളോടെ 4 പോയിന്റും +1.984 എന്ന നെറ്റ് റൺ റേറ്റുമായി വമ്പൻ ടീമുകളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. സിംബാബ്വെയുടെ ഈ പ്രഹരമേറ്റ് ഓസ്ട്രേലിയ ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. 2 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 1 നാണംകെട്ട തോൽവിയുമായി കേവലം 2 പോയിന്റും +1.100 റൺ റേറ്റും മാത്രമാണ് ഓസ്ട്രേലിയയുടെ സമ്പാദ്യം. ഇനി സിംബാബ്വെ അവരുടെ വരാനിരിക്കുന്ന 2 മത്സരങ്ങളിൽ ഒന്നിലെങ്കിലും വിജയിച്ചാൽ സൂപ്പർ 8-ലെത്താൻ ഓസ്ട്രേലിയയ്ക്ക് തങ്ങളുടെ ബാക്കിയുള്ള മത്സരങ്ങൾ വൻ മാർജിനിൽ ജയിക്കുന്നതിനൊപ്പം അത്ഭുതങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണ്ടിവരും. ഈ ഗ്രൂപ്പിലെ മറ്റു ടീമുകളായ അയർലൻഡിന്റെയും ഒമാന്റെയും സൂപ്പർ 8 സ്വപ്നങ്ങൾ 0-ൽ തട്ടി തകർന്ന് അവസാന സ്ഥാനങ്ങളിൽ സങ്കടപ്പെട്ടു നിൽക്കുകയാണ്. ഇനി നമുക്ക് ഈ ലോകകപ്പിലെ മരണ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രൂപ്പ് സിയിലേക്കൊന്ന് കണ്ണോടിക്കാം. 2 മത്സരങ്ങളിൽ നിന്ന് 2 ഗംഭീര വിജയങ്ങളോടെ വെസ്റ്റ് ഇൻഡീസ് 4 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ, അവർക്ക് താഴെ നടക്കുന്ന പോരാട്ടങ്ങൾ ശരിക്കും ആരാധകരുടെ രോമകൂപങ്ങളിൽ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നതാണ്. 2 പോയിന്റും +0.95 റൺ റേറ്റുമായി സ്കോട്ട്ലൻഡ് 2-ാം സ്ഥാനത്തുണ്ട്. എന്നാൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇറ്റലി 3-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി വമ്പന്മാർക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നു. ഈ ഗ്രൂപ്പിലെ ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച മറ്റൊന്നുമല്ല, ജോസ് ബട്ട്ലർ നയിക്കുന്ന നിലവിലെ T20 ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിന്റെ ദയനീയ പതനമാണ്. 2 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 1 കനത്ത തോൽവിയുമായി കേവലം 2 പോയിന്റ് മാത്രമുള്ള ഇംഗ്ലണ്ടിന്റെ നെറ്റ് റൺ റേറ്റ് മൈനസിലേക്ക്, അഥവാ -0.650ലേക്ക് കൂപ്പുകുത്തി 4-ാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത്. ഇനിയുള്ള ഓരോ മത്സരവും ഇംഗ്ലണ്ടിന് ജീവൻ മരണ പോരാട്ടമാണ്. ഒരൊറ്റ പിഴവ് മതി ഈ വമ്പന്മാരുടെ ലോകകപ്പ് മോഹങ്ങൾ കെട്ടടങ്ങാൻ. ഒട്ടും പോയിന്റുകളില്ലാത്ത നേപ്പാളിന്റെ കാര്യമാകട്ടെ, ഇനി ഏതെങ്കിലും ദൈവിക അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ടു പോകാനാകൂ. ഗ്രൂപ്പ് ഡിയുടെ അവസ്ഥ പരിശോധിച്ചാൽ അവിടെ പൂർണ്ണമായും ന്യൂസിലൻഡിന്റെയും ദക്ഷിണാഫ്രിക്കയുടെയും ആധിപത്യമാണ് കാണാൻ കഴിയുന്നത്. 2 ടീമുകളും ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച് 4 പോയിന്റുകൾ വീതം നേടിയിട്ടുണ്ട്. +1.919 റൺ റേറ്റോടെ ന്യൂസിലൻഡ് 1-ാം സ്ഥാനത്തും +1.425 റൺ റേറ്റോടെ ദക്ഷിണാഫ്രിക്ക 2-ാം സ്ഥാനത്തും ശക്തമായ നിലയിലാണ്. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ ദുരന്തം നേരിട്ടിരിക്കുന്നത് റഷീദ് ഖാന്റെ നേതൃത്വത്തിലുള്ള അഫ്ഗാനിസ്ഥാനാണ്. വലിയ അട്ടിമറികൾ നടത്തുമെന്ന് കരുതിയിരുന്ന അഫ്ഗാൻ പട 2 മത്സരങ്ങളിലും പരാജയപ്പെട്ട് 4-ാം സ്ഥാനത്ത് കിതയ്ക്കുകയാണ്. ഇടയിൽ അപ്രതീക്ഷിതമായ ഒരു ജയം സ്വന്തമാക്കിയ UAE 3-ാം സ്ഥാനത്ത് സുരക്ഷിതരായി നിൽക്കുമ്പോൾ, അഫ്ഗാനിസ്ഥാന്റെയും കാനഡയുടെയും സൂപ്പർ 8 യാത്ര ഇനി ദുഷ്കരമാണ്. അഫ്ഗാനിസ്ഥാന്റെ ഇപ്പോഴത്തെ റൺ റേറ്റ് -0.550 ആണ്.
അവർക്കിനി സൂപ്പർ 8ലേക്ക് മുന്നേറണമെങ്കിൽ ന്യൂസിലൻഡിനെയും ദക്ഷിണാഫ്രിക്കയെ പോലുള്ള വമ്പൻ ടീമുകളെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തണം. ഇത് നിലവിലെ സാഹചര്യത്തിൽ ഏറെക്കുറെ അസാധ്യമാണ്. ഗ്രൗണ്ടിലെ റഷീദ് ഖാന്റെ കണ്ണീരും നിസ്സഹായതയും അഫ്ഗാൻ ക്രിക്കറ്റിന്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥയാണ് വിളിച്ചോതുന്നത്. ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ, 2026 ഈ ലോകകപ്പിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വലിയ ടീമുകളുടെ പേരല്ല, മറിച്ച് അവരുടെ കളിക്കളത്തിലെ പ്രകടനമാണ് സംസാരിക്കുന്നതെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിലാണ്. അമേരിക്കയുടെ വിജയത്തോടെ നെതർലാൻഡ്സിന്റെ വഴി അടഞ്ഞതിനാൽ ഇന്ത്യയുടെ സൂപ്പർ 8 യാത്ര ഇപ്പോൾ അതിമനോഹരമായി മാറിയിരിക്കുന്നു. എന്നാൽ ക്രിക്കറ്റിലെ മഹാശക്തികളായ പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് എന്നീ 3 ടീമുകൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ICUവിലാണെന്ന് തന്നെ പറയാം. ഇന്ത്യയെ ഓർത്ത് പാകിസ്ഥാൻ ഭയപ്പെടുന്നു. സിംബാബ്വെയുടെ തിരിച്ചുവരവ് കണ്ട് ഓസ്ട്രേലിയ വിറയ്ക്കുന്നു. ഇറ്റലിയെപ്പോലുള്ള ടീമുകൾ ഇംഗ്ലണ്ടിനെ പിന്നിലാക്കുന്നു. ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം ഇന്ത്യ പോയിന്റിൽ മാത്രമല്ല നെറ്റ് റൺ റേറ്റിലും ലോകത്തെ മുഴുവൻ പിന്നിലാക്കി കുതിക്കുന്നു എന്നതാണ്. ഇനി പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ സൂപ്പർ 8ലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറും. എന്നാൽ പാകിസ്ഥാൻ തോറ്റാൽ അമേരിക്കയുടെയും നെതർലാൻഡ്സിന്റെയും വെല്ലുവിളികൾ അവർക്ക് മുൻപിൽ വൻമലയായി മാറും. ഒടുവിൽ സുഹൃത്തുക്കളെ, സിംബാബ്വെ ഇത്തവണ ഓസ്ട്രേലിയയെ പുറത്താക്കി സൂപ്പർ 8 നേടുന്ന നിങ്ങൾ നിന്നുണ്ടോ? അതുപോലെ പാകിസ്ഥാനെതിരായ മഹാപോരാട്ടത്തിൽ E+3.050 എന്ന അമ്പരപ്പിക്കുന്ന റൺ റേറ്റ് നിലനിർത്താൻ ടീം ഇന്ത്യക്ക് കഴിയുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും ഞാൻ വ്യക്തിപരമായി വായിക്കുന്നതാണ്. ഈ കിടിലൻ പോയിന്റ് ടേബിൾ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ക്രിക്കറ്റിലെ ഓരോ അപ്ഡേറ്റുകളും ഇതുപോലെ വിശദമായി അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.